വണ്ടിയിൽ ഡ്യൂക്ക് 250 ഫ്രണ്ട് പീസ് മഡ്ഗാർഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ റേഡിയേറ്റർ വരെ അടിച്ചുകൊണ്ട് ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഡ്യൂക്ക് 250 ഫ്രണ്ട് പീസ് മഡ്ഗാർഡ് മാത്രമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിലും ഇതേപോലെ ഗ്യാപ്പ് വരും. റൊട്ടേഷൻ ഈ സൈഡിലോട്ട് ആയതുകൊണ്ട് തന്നെ കല്ലം തെറിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എനിക്ക് എന്തായാലും ഇപ്പോൾ ഇതൊരു കല്ല് തെറിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ചരലക്കുള്ള റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്നോ സ്ക്രൂസൊക്കെ ഊരിപ്പോകുന്ന രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട്. അപ്പം ഞാൻ അത് നല്ല രീതിക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് സംഭവം വണ്ടിയിൽ നിന്നൊന്നും ഊരിപ്പോകുന്നതായിരുന്നില്ല, ഈ ഗ്യാപ്പിൽ കൂടെ കല്ലൊക്കെ വന്ന് നമ്മൾ റേഡിയേറ്ററിലും മറ്റ് പാർട്സിലൊക്കെ അടിക്കുന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ റേഡിയേറ്ററിൻ്റെ ഫിൻസൊക്കെ നമുക്ക് സദ്യ തന്നെ അറിയാം വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതുവഴി വന്ന് അടിക്കുന്ന കല്ലുകളൊക്കെ ഇതിൽ തട്ടി കുറച്ച് സ്ഥലത്തൊക്കെ ചെറിയ ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഗ്യാപ്പ് എന്തെങ്കിലും വെച്ചൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം ഞാൻ ഇതിൽ ഹാഫ് സെറ്റ് മാത്രമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫുൾ സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പൊന്നും ഇവിടെ കാണില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്യൂക്ക് 250 ഫുൾ സെറ്റ് മഡ്ഗാർഡിന് ഇത്രയും ലെന്ത് വരില്ല. അപ്പോഴത്തേക്കും എഞ്ചിൽ എപ്പോഴും ചെളി അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഇതിൻ്റെ കാര്യം വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും ഈ സൈഡിലൂടെ ഒന്ന് കവർ ചെയ്യണം. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റൈഡിയും കാര്യങ്ങളൊക്കെ ചാനലിൻ്റെ ബയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ വയ്ക്കുക. ഓക്കെ ഗൈസ്, ബൈ.